ലേൺ ഫ്രീക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിന്റെ പെത്തോജെനസിസിനെ പറ്റിയിട്ടാണ്. പെത്തോജെനസിസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് നമുക്ക് ആന്റിജനിക് സ്ട്രക്ചർ നോക്കാം. മൈക്കോബാക്ടീരിയൽ ആന്റിജൻസ് മെയിൻലി 2 ടൈപ്സ് ആണുള്ളത്. സെൽ വോൾ ആന്റിജനും സൈറ്റോപ്ലാസ്മിക് ആന്റിജൻസും. അപ്പം സെൽ വോൾ എന്ന് പറയുന്നത് ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ആന്റിജനും സൈറ്റോപ്ലാസ്മിക് ആന്റിജൻ എന്ന് പറയുന്നത് സോല്യൂബിൾ ആയിട്ടുള്ളതുമാണ്. ഫസ്റ്റ് നമുക്ക് സെൽ വോൾ ആന്റിജൻസിനെ പറ്റി നോക്കാം. മൈക്കോബാക്ടീരിയയുടെ സെൽ വോൾ എന്ന് പറയുന്നത് ലിപ്പിഡ്, പ്രോട്ടീൻസ്, പോളിസാക്കറൈഡ്സ് ഇത് മൂന്നും ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലെ ലിപ്പിഡ് എന്ന് പറയുന്നത് മെയിനായിട്ടും മൈക്കോളിക് ആസിഡ് ഫ്രാക്ഷൻ ആണ്. അതുകൊണ്ടാണ് മൈക്കോബാക്ടീരിയത്തിന് ആസിഡ് ഫാസ്റ്റ്നെസ് എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി കിട്ടാൻ കാരണം. അതായത് അതിൻ്റെ സെൽ വോളിൽ ലിപ്പിഡ് കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി അതിന് വരാൻ കാരണം. അതുപോലെ തന്നെ സെൽ വോൾ എന്ന് പറയുന്നത് 4 ഡിസ്റ്റിങ്ക്റ്റ് ലെയേഴ്സ് ഉണ്ട് അതിൽ. ഇനി നമുക്ക് ഈ 4 ലെയർ ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് പെപ്റ്റിഡോഗ്ലൈക്കൻ അല്ലെങ്കിൽ മ്യൂറിൻ ലെയർ എന്ന് പറയും. ഇതാണ് ഏറ്റവും ഇന്നർ മോസ്റ്റ് ആയിട്ടുള്ള ലെയർ. ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ആണ് സെല്ലിന് ആ ഒരു ഷേപ്പും റിജിഡിറ്റിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ലെയർ. അടുത്തത് എറാബിനോ ഗാലക്ട ലെയർ. ഈ ഒരു ലെയർ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയറിന് എക്സ്റ്റേണലി ആണ്, അതിന് എക്സ്റ്റേണൽ ആയിട്ടായിരിക്കും ഈ ഒരു ലെയർ കാണുന്നത്. മൂന്നാമത്തത് മൈക്കോളിക് ആസിഡ് ലെയർ. മൈക്കോളിക് ആസിഡ് ലെയർ ആണ് മെയിൻ കോൺസ്റ്റിറ്റ്യുവൻ്റ് എന്ന് പറഞ്ഞാൽ സെൽ വോളിൻ്റെ. പിന്നെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ അതാണ് മൈക്കോസൈറ്റ്സ്. അടുത്തത് സൈറ്റോപ്ലാസ്മിക് ആന്റിജൻസ്. ഇതെന്ന് പറയുന്നത് പ്രോട്ടീൻ ആന്റിജൻസ് ആണ്. മെയിനായിട്ടും നമ്മൾ സൈറ്റോപ്ലാസ്മിക് ആന്റിജൻസ് അതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് മൈക്കോബാക്ടീരിയ ടൈപ്പ് ചെയ്യുന്നതിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ആന്റിജൻസിൽ വരുന്നതെന്ന് പറയുന്നത് ഒന്ന് ആൻറ്റിജൻ 5, ആൻറ്റിജൻ 6, ആൻറ്റിജൻ 19, ആൻറ്റിജൻ 32, ആൻറ്റിജൻ 38 ആൻഡ് ആൻറ്റിജൻ 60. ഇത്രയാണ് സൈറ്റോപ്ലാസ്മിക് ആന്റിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെല്ലാം തന്നെ പ്രോട്ടീനാണ് എക്സെപ്റ്റ് ആൻറ്റിജൻ 60. ഈ ആൻറ്റിജൻ 60 എന്ന് പറയുന്നത് ലിപ്പോ പോളിസാക്കറൈഡ് പ്രോട്ടീൻ കോംപ്ലക്സ് ആണ്. അപ്പോൾ സൈറ്റോപ്ലാസ്മിക് ആന്റിജൻസ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ബേസിലാണ് മൈക്കോബാക്ടീരിയ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ആന്റിജൻസും പ്രോട്ടീൻ ആന്റിജൻസ് ആണ് എക്സെപ്റ്റ് ആൻറ്റിജൻ 60. ആൻറ്റിജൻ 60 എന്ന് പറയുന്നത് ലിപ്പോപോളിസാക്കറൈഡ് പ്രോട്ടീൻ കോംപ്ലക്സ് ആണ്. ഇനി അടുത്തത് പെത്തോജെനസിസ്. അപ്പോൾ എല്ലാവർക്കും അറിയാന്നുള്ളൊരു കാര്യമാണ് എങ്ങനെയാണ് ട്യൂബർക്ലോസിസ് സ്പ്രെഡ് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ പൾമോണറി ട്യൂബർക്ലോസിസ് ഉള്ള ഒരു പേഷ്യൻറ്റ് കഫ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സ്നീസ് ചെയ്യുമ്പോഴോ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഡ്രോപ്ലെറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് ഇൻഹൈൽ ചെയ്യുന്നത് വഴിയാണ് ഒരാൾക്ക് മെയിനായിട്ടും ഇൻഫെക്ഷൻ കിട്ടുന്നത് പൾമോണറി ട്യൂബർക്ലോസിസിൻ്റെ കേസിൽ. ഇൻ കേസ് ഓഫ് ബോവൈൻ ട്യൂബർക്ലോസിസ് ആണെന്നുണ്ടെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കൗസ് അതിൻ്റെ അഡറിൽ ലീഷൻസ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ മിൽക്ക് വഴി ഈ ബാസിൽ എന്ത് ചെയ്യും, എക്സ്ക്രീറ്റ് ചെയ്യും. അത് കുടിക്കുന്നത് വഴി ബാക്കിയുള്ള പീപ്പിളിന് ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. അതായത് റോ മിൽക്ക്. പൾമോണറി ട്യൂബർക്ലോസിസിൻ്റെ കേസിലാണെങ്കിലും ഇനിയിപ്പോൾ ബോവൈൻ ട്യൂബർക്ലോസിസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും വൺസ് ഈ ട്യൂബർക്കിൾ ബാസിൽ എന്ത് ചെയ്യും, ബോഡിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി നോർമലി അതിനെ കില്ല് ചെയ്യാനുള്ള മെക്കാനിസം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ മാക്രോഫേജസ് എന്ത് ചെയ്യും, അതിനെ എൻഗൾഫ് ചെയ്യും. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് എന്താ, ഈ ട്യൂബർക്കിൾ ബാസിലെ ഇതിനെ സർവൈവ് ചെയ്തിട്ട് ഈ മാക്രോഫേജസിൽ മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ഹോസ്റ്റ് സെല്ലിനെ ലൈസ് ചെയ്തിട്ട് പിന്നെ അതർ മാക്രോഫേജസിനെയും അത് ഇൻഫെക്റ്റ് ചെയ്യും. ചിലപ്പോൾ എന്ത് ചെയ്യും, അതർ പാർട്സിലോട്ട് ലങ്സിന് പുറമേയുള്ള പോർഷനിലോട്ട് ഡിസമിനേറ്റ് ചെയ്യും. അതായത് ബോഡിയുടെ ഏത് പോർഷനിലേക്ക് വേണമെങ്കിലും ഡിസമിനേഷൻ ഉണ്ടാവാം. ഹ്യൂമൻ ട്യൂബർക്ലോസിസിനെ നമ്മൾ മെയിനായിട്ടും 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പ്രൈമറി ട്യൂബർക്ലോസിസ് എന്നും പിന്നുള്ളത് പോസ്റ്റ് പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി ട്യൂബർക്ലോസിസ് എന്നും. ഫസ്റ്റ് നമുക്ക് പ്രൈമറി ട്യൂബർക്ലോസിസ് നോക്കാം. ഇപ്പോൾ ഇൻഹൈൽഡ് ചെയ്തിട്ടുള്ള ഈ ട്യൂബർക്കിൾ ബാസിൽ എന്ത് ചെയ്യും, ആൽവിയോളാർ മാക്രോഫേജസ് വന്ന് എൻഗൾഫ് ചെയ്യും. അപ്പോൾ ഈ മാക്രോഫേജസിനുള്ളിൽ ഈ ട്യൂബർക്കിൾ ബാസിൽ എന്ത് ചെയ്യും, റെപ്ലിക്കേറ്റ് ചെയ്യും. റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന പ്രൈമറി ട്യൂബർക്ലോസിസിൽ ഫോം ചെയ്യുന്ന ആ പർട്ടിക്കുലർ ലീഷന് പറയുന്ന പേരാണ് ഗോൺ ഫോക്കസ്. അപ്പോൾ ഈ ഗോൺ ഫോക്കസ് എന്ന് പറയുന്ന ആ ലീഷൻ മെയിനായിട്ട് ഫോം ചെയ്യുന്നത് ഒന്നുകിൽ ലോവർ ലോബിലാവാം, അല്ലാന്നുണ്ടെങ്കിൽ ലോവർ പാർട്ട് ഓഫ് അപ്പർ ലോബിൻ്റെ ലോവർ പാർട്ടിലും ആവാം. ഇതിൽ ചില ബാക്ടീരിയ അല്ലെങ്കിൽ ചില ബാസിൽ എന്ത് ചെയ്യും, ഹൈലാർ ലിംഫ് നോഡ്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ ഗോൺ ഫോക്കസും ഈ എൻലാർജ്ഡ് ആയിട്ടുള്ള ഹൈലാർ ലിംഫ് നോഡ്സും അത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു കോംപ്ലക്സിന് പറയുന്ന പേരാണ് പ്രൈമറി കോംപ്ലക്സ്. ഇപ്പോൾ ബോവൈൻ ടൈപ്പിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ട്യൂബർക്കിൾ ബാസിൽ എൻ്റർ ചെയ്യുന്നത് മൗത്തിലൂടെ ആയിരിക്കും.
അപ്പോൾ പ്രൈമറി കോംപ്ലക്സസിൽ ഇൻവോൾവ് ആവുന്നെന്ന് പറയുന്നത് ടോൺസിൽസ് ആവാം, അല്ലെങ്കിൽ സെർവൈക്കൽ ലിംഫ് നോഡ്സ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രീനും ആവാം. അടുത്ത ഫോമാണ് സെക്കൻഡറി അല്ലെങ്കിൽ പോസ്റ്റ് പ്രൈമറി ട്യൂബർക്ലോസിസ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ മെയിൻ ആയിട്ടും കോസ് ചെയ്യുന്നത് ഒന്നുകിൽ പ്രൈമറി ലീഷൻ റീആക്ടിവേറ്റ് ചെയ്യുന്നത് കൊണ്ടാവാം, അതായത് എൻഡോജീനസ് ആയിട്ടുള്ള പ്രൈമറി ലീഷന്റെ റീആക്ടിവേഷൻ, അതല്ലാന്നുണ്ടെങ്കിൽ എക്സോജീനസ് റീഇൻഫെക്ഷൻ കൊണ്ടാവാം. അപ്പോൾ ഈ റീആക്ടിവേഷൻ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ, റീആക്ടിവേഷൻ ഉണ്ടാവുന്നത് മെയിൻ ആയിട്ട് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിലാണ്, ഇമ്മ്യൂണിറ്റി കുറവായിട്ടുള്ള ആൾക്കാർക്ക്. ഈ സെക്കൻഡറി അല്ലെങ്കിൽ പോസ്റ്റ് പ്രൈമറി ട്യൂബർക്ലോസിന്റെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് കാവിറ്റി ഫോം ചെയ്യുന്നതും അതുപോലെ തന്നെ കേഷ്യസ് നെക്രോസിസും. അപ്പോൾ ഈ കാവിറ്റീസ് എന്ത് ചെയ്യും? ബ്ലഡ് വെസൽസിലേക്ക് റപ്ചർ ചെയ്യും. അങ്ങനെ റപ്ചർ ചെയ്യുമ്പോഴത്തേക്കും മൈക്രോബാക്ടീരിയ ബോഡി ഫുള്ളാകെ സ്പ്രെഡ് ചെയ്യും, എന്നിട്ട് അത് എയർവേയിലേക്ക് ബ്രേക്ക് ചെയ്യും. അങ്ങനെ ഓർഗാനിസംസിനെ എയറോസോൾസിലേക്ക് സ്പ്യൂട്ടം വഴിയൊക്കെ റിലീസ് ചെയ്യുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ ഓപ്പൺ ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത്. ട്യൂബർക്ലോസിസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് TST, ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ്, ഡിലൈഡ് അല്ലെങ്കിൽ ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ്. അപ്പോൾ ഈ ഒരു സ്കിൻ ടെസ്റ്റ് ചെയ്യുന്നതിന്റെ റിയേജൻസ് എന്ന് പറയുന്നത് ഫസ്റ്റത്തത് ഓൾഡ് ട്യൂബർക്കുലിൻ, അതിനെ OT എന്ന് പറയും. ഇതിനെ ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തത് റോബർട്ട് കോച്ചാണ്. അപ്പോൾ ഈ ഓൾഡ് ട്യൂബർക്കുലിൻ എന്ന് പറയുന്നത് 6 to 8 വീക്ക് കൾച്ചർ ഫിൽട്രേറ്റ് ഓഫ് ട്യൂബർക്കിൾ ബാസിലയുടെ ക്രൂഡ് പ്രിപ്പറേഷൻ ആണ്. ഇതിനെന്ത് ചെയ്യുന്നിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും, അതായത് ഹീറ്റഡ് വാട്ടർ ബാത്തിൽ വെച്ചിട്ട് ഇവോപ്പറേറ്റ് ചെയ്തിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. പക്ഷേ ഈ ഒരു ഓൾഡ് ട്യൂബർക്കുലിൻ എന്ന് പറയുന്ന ആ ഒരു റിയേജന്റ് ഇപ്പോൾ റെയർ ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അടുത്തതാണ് പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറിവേറ്റീവ്, അതിന് ഷോർട്ടായിട്ട് PPD എന്ന് പറയും. അപ്പോൾ ഈ പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറിവേറ്റീവ് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്തത് സെയ്ബറി എന്ന് പറയുന്ന സയന്റിസ്റ്റ് 1941 ഇത് പ്രിപ്പയർ ചെയ്തെന്ന് പറയുന്നത് ഫസ്റ്റ് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസിനെ എന്ത് ചെയ്യും, ട്യൂബർക്കിൾ ബാസിലെ നമ്മൾ എന്ത് ചെയ്യും, സെമി സിന്തറ്റിക് മീഡിയയിൽ ഗ്രോ ചെയ്യിക്കും. അതിനെയാണ് നമ്മൾ പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ PPDയുടെ ഡോസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് TU, ട്യൂബർക്കുലിൻ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റിലാണ്. അപ്പോൾ ഒരു ട്യൂബർക്കുലിൻ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓൾഡ് ട്യൂബർക്കുലിൻ പറഞ്ഞില്ലേ, അതിൽ 0.01 ml ഓൾഡ് ട്യൂബർക്കുലിന് ഈക്വൽ ആണ്. ഇനി അടുത്തത് മെത്തേഡ്. അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് ആണ് മാൻഡോക്സ് ടെസ്റ്റ്. ഇതിന് നമ്മൾ 0.1 ml PPD ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 0.1 ml PPDയിൽ 5 ഇന്റർനാഷണൽ യൂണിറ്റ് ഓഫ് PPDS ഉണ്ട്. S മീൻസ് സെയ്ബറി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് പ്രിപ്പയർ ചെയ്തത്, അതുകൊണ്ടാണ് SPPDS എന്ന് പറയുന്നത്. ഇത് ഇഞ്ചെക്ട് ചെയ്യുന്നത് നമ്മൾ ഫോറാമിന്റെ ഫ്ലെക്സർ ആസ്പെക്റ്റിലേക്ക് ഇൻട്രാഡെർമലിയാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അടുത്ത ടെസ്റ്റ് ആണ് ഹെഫ് ടെസ്റ്റ്. അപ്പോൾ ഹെഫ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ പങ്ക്ചർ അപ്പാരറ്റസ് വെച്ചിട്ടാണ്. അത് വെച്ചിട്ടാണ് സ്കിൻ പ്രിക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അൺഡയലൂട്ടഡ് PPD ആ സ്കിൻ ഏരിയയിൽ സ്പ്രെഡ് ചെയ്യാണ് ചെയ്യുന്നത്. മാൻഡോക്സ് ടെസ്റ്റിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 48 to 72 hours കഴിയുമ്പോൾ നമ്മളത് ഇന്റർപ്രറ്റ് ചെയ്യും. അപ്പോൾ പോസിറ്റീവ് റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇൻഡുറേഷൻ ഉണ്ടാവും. നമ്മൾ ആ ഇനോക്കുലേറ്റ് ചെയ്ത സൈറ്റിൽ ഒരു ഇൻഡുറേഷൻ, അതായത് ലോക്കൽ എഡിമ പോലെ ഫോം ചെയ്യും. ആ ഇൻഡുറേഷൻ്റെ ഡയമീറ്റർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 mm അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉണ്ടാവും. അപ്പോൾ ആ ഇനോക്കുലേറ്റ് ചെയ്ത ആ സൈറ്റിനെ സറൗണ്ട് ചെയ്തിട്ട് എറിത്മയും ഫോം ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ പോസിറ്റീവ് ടെസ്റ്റ്, അതായത് പോസിറ്റീവ് റിയാക്ഷൻ എന്ന് പറയുന്നത് ട്യൂബർക്കിൾ ബാസിലയുടെ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, അതായത് പാസ്റ്റ് ഇൻഫെക്ഷനെയാണ് കൺഫേം ആക്കുന്നത്. അല്ലാതെ പോസിറ്റീവ് കിട്ടിയെന്നും പറഞ്ഞിട്ട് ആക്റ്റീവായിട്ട് ഇപ്പോൾ കറന്റ് ഇൻഫെക്ഷൻ ഉണ്ടെന്നല്ല അത് മീൻ ചെയ്യുന്നത്, ആക്റ്റീവ് സ്റ്റേജ് ആണെന്നുള്ളതല്ല അത് മീൻ ചെയ്യുന്നത്. പാസ്റ്റ് ഇൻഫെക്ഷൻ വിത്ത് ട്യൂബർക്കിൾ ബാസിലെ, അതാണ് മാൻഡോക്സ് ടെസ്റ്റ് പോസിറ്റീവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മീൻ ചെയ്യുന്നത്. മാൻഡോക്സ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫോൾസ് നെഗറ്റീവ് റിയാക്ഷൻ ഉണ്ടാവാം, ഫോൾസ് പോസിറ്റീവ് റിയാക്ഷൻ ഉണ്ടാവും. ഇത് മിലിയറി ട്യൂബർക്ലോസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഫോൾസ് നെഗറ്റീവ് റിയാക്ഷനും അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള മൈക്കോബാക്ടീരിയ ആയിട്ടുള്ള എറ്റിപ്പിക്കൽ മൈക്കോബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫോൾസ് പോസിറ്റീവ് റിയാക്ഷനും കിട്ടിയേക്കാം. ഇനി എന്തിനാണ് നമ്മൾ മാൻഡോക്സ് ടെസ്റ്റ് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രിവാലൻസ് എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ യൂസ് എന്ന് പറയുന്നത് യങ് ചിൽഡ്രനിൽ ആക്റ്റീവ് ഇൻഫെക്ഷൻ്റെ ഡയഗ്നോസിസിനായിട്ട്. പിന്നെ മൂന്നാമത്തെ യൂസ് എന്ന് പറയുന്നത് നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള BCG വാക്സിനേഷൻ ആണോ എന്ന് അറിയാനായിട്ട് അതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് മാൻഡോക്സ് ടെസ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയൊക്കെയാണ് അപ്പോൾ മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിന്റെ ആന്റിജനിക് സ്ട്രക്ചറും പെത്തോജെനസിസും പിന്നെ മാൻഡോക്സ് ടെസ്റ്റും. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ലബോറട്ടറി ഡയഗ്നോസിസും അതുപോലെ തന്നെ അതിൻ്റെ ട്രീറ്റ്മെന്റും പ്രിവെൻഷനും അതൊക്കെ നോക്കാം.